ഹലോ ഗൈസ്, എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഞാനൊരു വഴിക്ക് പോകാൻ വേണ്ടി വലിയ കാര്യത്തിൽ റെഡിയായി വന്നതാണ്. പക്ഷെ മഴ എന്നെ ചതിച്ചു, കോട്ടിനകത്ത് കയറേണ്ടി വന്നു. നല്ല രീതിയിൽ സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് ഭംഗിക്ക് ഇറങ്ങാമല്ലോ എന്ന് കരുതി റെഡിയായതാണ്. എന്ത് പറയാനാ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയുണ്ട്. പിന്നെ കോട്ടിനകത്ത് കയറിയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയത്. ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോണേന്ന് പറയാം. വേറെ ഒന്നുമല്ല, ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹോസ്പിറ്റലിലേക്കാണ്. അത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ FHS നെടുമ്പ്രത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 3 വർഷത്തോളം ആകുന്നു കേട്ടോ ഞാൻ തിരുവല്ലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാൾ ഞാൻ വൈക്കത്ത് നിന്നും തിരുവല്ല വരെ ഡെയിലി പോയി വരികയായിരുന്നു. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. എന്നാൽ ഞാനതിന് അത്രയും ഈസിയായി കണ്ടുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഓണാണ് കേട്ടോ ഇത്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതെല്ലാം. ഒരു കൂട്ടം ആൾക്കാർ അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നു, ബാക്കി കുറച്ച് പേര് അത്തപ്പൂക്കൾ ഇടാനുള്ള പൂക്കൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിൽ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. OP ടൈം കഴിഞ്ഞാലേ ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ പ്രോഗ്രാം മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ജൂലിയ മാഡം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ 2 പേർക്കുള്ള സെൻഡ് ഓഫ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അതോടൊപ്പം എൻ്റെ മെഡിക്കൽ ഓഫീസർ പറയുന്നത് ഞാൻ നിങ്ങളെ കൂടി കേൾപ്പിച്ചു തരാം കേട്ടോ. ശ്രീലക്ഷ്മിയെ കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഷീസ് വൺ ഓഫ് us. പ്രത്യേകിച്ച് നമുക്ക് ഇപ്രാവശ്യം തിരുവാതിര കളിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ശ്രീരേഖയായിരുന്നു, നമ്മുടെ ക്ലർക്ക്. ക്ലർക്കിന്റെ കാലിന് ഒരു ഇച്ചിരി വിഷയം വന്നു, അതുകൊണ്ട് കളിക്കാൻ പറ്റത്തില്ല. അയ്യോ എന്ത് ചെയ്യും, ഇനി അടുത്ത ആരെ വിളിക്കും. ലാസ്റ്റ് മൊമെന്റ് ഇനി പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എന്റെ തലമുറയ്ക്ക് കുതിച്ചത്, ഈ കൊച്ചു എന്തായാലും വരുമല്ലോ, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ. അങ്ങനെ വളരെ ഭംഗിയായി ഓൺലൈനിൽ തന്നെയാണ് പഠിച്ചത് മൊത്തം. വേറെ സ്റ്റാഫിന് സുഖമായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി. അത് എന്താ പറയണ്ടേ, നമ്മുടെ ഫാമിലിയിലെ ഒരു കുഞ്ഞിപ്പെണ്ണു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും ദൂരെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ തിരുവാതിര ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് എൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ പോയി. ഇവരോടൊപ്പം കൂടുന്ന ലാസ്റ്റത്തെ ഓണാണ് കേട്ടോ ഇത്. കാരണം ഇനി മുതൽ ഞാൻ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു. സുന്ദരിക്ക് പൊട്ടുകുത്തലായിരുന്നു ഫസ്റ്റ്. അതിൽ കുറേ പേര് മത്സരിച്ചു, കൂടെ ഞാനും മത്സരിച്ചു. എന്തോ എങ്ങനെയോ ഞാൻ നേരെ കൊണ്ടേ പൊട്ടുകുത്തി. എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി കേട്ടോ. ഈ പരിപാടി നടക്കുമ്പോൾ ഏകദേശം 3:15 കഴിഞ്ഞു. എൻ്റെ ട്രെയിനാണെങ്കിൽ 3:54 മെമു ആണ്. എനിക്കത് കിട്ടണം, ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോവും. അങ്ങനെ ഞാൻ പൊക്കോട്ടേന്ന് മാഡത്തോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു പ്രൈസ് കൂടെ മേടിച്ചിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ ആ പ്രൈസും കൂടി മേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളോട് കൂടിയാണ് കേട്ടോ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്.